മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി ഗൗരി. ഗൗരിയുടെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാനുള്ള ഒരു കാരണം തൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയുന്ന വ്യക്തിയായതുകൊണ്ടാണ്. ഇപ്പോഴിതാ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഭാര്യമാർ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചും തൻ്റെ സ്വയം അനുഭവങ്ങളിലും കേട്ട അറിവുകളെയും കുറിച്ചുമൊക്കെ പറയുകയാണ് ഗൗരി ഇപ്പോൾ. ഗൗരിയുടെ വാക്കുകൾ എല്ലാവർക്കും വളരെയധികം ചിന്തിക്കാനെന്നുള്ള ആണെന്ന് പ്രേക്ഷകർ പറയുന്നു. തൻ്റെ ചിന്തകൾ സമയം കണ്ടെത്തി നോട്ടിൽ കുത്തിക്കുറിക്കുന്ന ശീലം ഗൗരിക്ക് പണ്ടേ ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടിൽ കാണുന്ന സംഭവങ്ങളാണ് ഞാൻ പലപ്പോഴും വിഷയമാക്കാറുള്ളതെന്ന് ഗൗരി പറയുന്നുണ്ട്. അത്തരത്തിൽ അടുത്തിടെ ഒരു TV ഷോ കണ്ടപ്പോഴുണ്ടായ ചിന്തയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഗൗരിയെ പ്രേരിപ്പിച്ചത് എന്ന് പറയാം. നിങ്ങൾ ഭാര്യയോ അതോ വേലക്കാരിയോ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗൗരി പങ്കുവച്ചിരിക്കുന്നത്. അതോടെ തന്നെ ഗൗരിയുടെ ഉദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. ഗൗരി ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും ഗൗരി ഇത് പറയുമെന്നും ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. എല്ലാവരുടെ വാക്കുകളും ഇതുപോലെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗൗരി എന്ന് പറയുന്നു. ഗൗരിയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഡിന്നറിന് ശേഷം എനിക്കായി കുറച്ച് സമയമെടുത്ത് മനസ്സിൽ വരുന്ന ചിന്തകൾ ഞാൻ എഴുതി വയ്ക്കുന്നു. അങ്ങനെ ഇന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ കരുതി എന്നാണ് വീഡിയോയിൽ ഗൗരി പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്നാവോ ഇന്ന് എഴുതാനുള്ള സബ്ജക്റ്റ് കിട്ടാറുള്ളത്. അടുത്ത കാലത്തായി ഞാനൊരു തമിഴ് TV ഷോ കാണാറുണ്ട്. പെൺകുട്ടികളെ വേലക്കാരിയായി കാണുന്നതിനെക്കുറിച്ചും ഇൻലോസ് അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചുമൊക്കെയാണ് ആ TV ഷോയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 75% സ്ത്രീകളും പറഞ്ഞ ഒരു കാര്യം ഭർത്താവിൻ്റെ വീട്ടിൽ വേലക്കാരിയെപ്പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ്. വളരെയധികം വിഷമമുണ്ടാക്കി. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സങ്കടമുണ്ടായി. ആ താരതമ്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? എല്ലാവർക്കും അത് തോന്നും. കാരണം അത് ശരിയാണ്. എല്ലാവർക്കും അതേപോലത്തെ കാര്യത്തെക്കുറിച്ച് പറയാനുമൊക്കെയുണ്ട്. മുൻപ് ഒരുപാട് വേലക്കാരികളെന്ന് ചിന്തിക്കണം. നമ്മൾ പണം കൊടുത്ത ഒരാളെ വെക്കുന്നത് വേലക്കാരികളാണ്. അവർ ഒരിക്കലും നമ്മൾ മാനസികമായി അല്ലാതെയോ വേദനിപ്പിക്കുന്നില്ല. വീട്ടിൽ നമ്മളെ സഹായിക്കുന്ന ആൾ പണം കൊടുത്ത് അവർ ജോലിക്ക് വെക്കുന്ന ആളാണ്. അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ്. അതാണ് വീട്ടിലെ ഭാര്യമാർ. സെർവൻ്റ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. അവരുടെ സർവീസാണത്. അവർക്കതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേലക്കാരിയായിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത്. ശമ്പളം വാങ്ങി ഭാര്യയായി വീട്ടിൽ നിൽക്കുന്നവരുണ്ടോ? വേലക്കാരികൾ എന്നാൽ അവർ ചെയ്യുന്നതൊരു തൊഴിലാണ്. അതിനവർക്ക് പണം കിട്ടുന്നുണ്ട്. മാന്യമായ ഒരു തൊഴിൽ. ഒരു തരത്തിലും അവരെ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ശമ്പളം കൊടുക്കുന്നവർക്ക് സാധിക്കില്ല എന്ന് പറയാം. അതിന് സംഘടനകളുണ്ട്. ഭാര്യമാർ അങ്ങനെയാണോ? ഭാര്യമാരെക്കാൾ നന്നായിട്ടാണ് വേലക്കാരികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പക്ഷം. മാത്രമല്ല, നിയമവിരുദ്ധമായിട്ടാണെങ്കിലും പണം ഇങ്ങോട്ട് കൊടുത്താണ് ഓരോ പെൺകുട്ടികളും ഭർത്തൃ വീട്ടിൽ വരുന്നത്. കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ പെൺകുട്ടികൾ നിർബന്ധമായും വീട്ടുജോലികൾ ചെയ്യണം. ഇത് പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ചതാണ്. രാവിലെ എഴുന്നേൽക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അലക്കണം എന്നൊക്കെ ഇവിടെ ചെയ്യാം. അത് സ്നേഹവും പരിഗണനയും തിരിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യും. അല്ലാത്ത പക്ഷം അത് പ്രതീക്ഷിക്കരുത് എന്ന് ഗൗരി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.